ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു വൈൻ റെസിപ്പിയാണ്. ഇത് ക്രിസ്മസ് ഒക്കെ വന്ന് നമ്മൾ പുൽക്കൂടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഒരുപാട് വൈൻ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് സീസൺ റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വൈനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ആപ്പിൾ വൈൻ ചെയ്യുന്നത്. ഏകദേശം 1 കിലോ ഒക്കെ ആപ്പിളാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും ആപ്പിൾ മേടിച്ചത് ആ വീഡിയോയിൽ കാണുമ്പം 3 ആപ്പിൾ കൊണ്ടുവച്ചാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇച്ചിരി ആപ്പിൾ കൂടുതൽ മേടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 കിലോ കണക്കാക്കിയാണ് നമ്മൾ വൈൻ്റെ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങളെ കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുണ്ട്, നമ്മൾ പട്ട ഗ്രാമ്പൂ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര വെച്ചിട്ടുണ്ട്, ഈസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നുറുക്ക് ഗോതമ്പ് വറുത്തെടുത്തതാണ്. ഇതിനകത്ത് നമ്മൾ പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ലതുപോലെ തണുപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പം പെട്ടെന്ന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്ത്. ഇൻസ്റ്റൻറ്റ് വൈനാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ചെടുത്തേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഇട്ട് കൊടുത്ത് നമുക്ക് 21 ദിവസം വരെ വെച്ച് കലക്കിയതിന് ശേഷം നമുക്ക് ബാക്കി എടുത്ത് തെളിയാൻ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈസ്റ്റും കാര്യങ്ങളും എത്തിച്ചു, അതുപോലെ പഞ്ചസാരയും ആപ്പിളും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വൈൻ ഇടാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ആപ്പിൾ നോക്കി വാങ്ങാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ജ്യൂസ് കിട്ടും, നല്ലൊരു ടേസ്റ്റുള്ള വൈനും കിട്ടും. അപ്പോൾ നമ്മൾ വൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് കട്ടിംഗ് ബോർഡ്, നൈഫ്, എടുക്കുന്ന പാത്രങ്ങൾ എല്ലാം നമ്മൾ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ വൈൻ ഇടാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ വൈൻ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഈവൻ കൈ പോലും ചൂടുവെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്തിട്ടെടുക്കാവൂ. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ആപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. അത് നമ്മൾ സാധാരണ വൈൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൈൻ കട്ട് ചെയ്ത് നമ്മുടെ പട്ട ഗ്രാമ്പ് സാധനങ്ങളും നമ്മുടെ നുറുക്ക് ഗോതമ്പ് എല്ലാം ഇട്ടിട്ട് 21 ദിവസം വരെ നമ്മൾ വയ്ക്കുക. എന്നിട്ട് 7 ദിവസം തെളിയാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ നോർമൽ വൈൻ ഇടുന്ന രീതി. ഈ രീതിയിൽ നമ്മൾ പൈനാപ്പിൾ വൈൻ, ഗ്രേപ്പ് വൈൻ, പപ്പായ വൈൻ, ഓറഞ്ച് വൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് സീസൺ റെസിപ്പീസ് എന്ന്. ഇത് നമ്മൾ ആപ്പിൾ വൈൻ ഇൻസ്റ്റൻറ്റ് വൈനാണ്. നമ്മൾ 3 ദിവസത്തെ ഒരു ഇൻസ്റ്റൻറ്റ് പരിപാടിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമുക്കിനി സമയമില്ല, 3 ദിവസം കൊണ്ട് നമുക്ക് 25-ാം തീയതി ക്രിസ്മസ്. അപ്പോൾ നമുക്കിനി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആപ്പിളെടുത്ത് എന്താ പറയുക നല്ലതുപോലെ ഈ ആപ്പിൾ നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ നോർമൽ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനും എടുക്കാനായിട്ടും. അപ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ആപ്പിളൊക്കെ നമ്മൾ 4 ആപ്പിൾ 1 കിലോയ്ക്കകത്തുള്ള പരിപാടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലതുപോലെ കട്ട് ചെയ്ത് കൊച്ചു കൊച്ചു പീസാക്കി എടുത്ത് നമുക്ക് ഈ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേവിക്കണം. നമ്മൾ ഓൾറെഡി വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിളെല്ലാം സംഗതിയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ ആപ്പിളിൽ 3/4 കപ്പ് പഞ്ചസാര, പിന്നെ നമ്മൾ പട്ട ഗ്രാമ്പൊക്കെ വളരെ കുറച്ച് ഇട്ടാൽ മതി. പിന്നെ നുറുക്ക് ഗോതമ്പും 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് വറുത്തിടാൻ ശ്രമിക്കുക. നുറുക്ക് ഗോതമ്പ് അല്ലാതെ ഫുള്ളായിട്ട് ഇട്ടത് വറുത്തിട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്പിളൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്തിട്ട് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്കൊരു 10 മിനിറ്റിനകത്തുള്ള നല്ലപോലെ വെള്ളം തിളച്ച് 1-2 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ നമ്മൾ വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭരണിക്കകത്തിരുന്ന് ഇപ്പോൾ നമ്മൾ വൈൻ ഇടുമ്പോൾ ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു ഭരണിയോ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം എടുക്കാനും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ വൈന് ഇടുമ്പോൾ നന്നായിരിക്കും. നമ്മൾ ആപ്പിൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നും ചേർത്ത് ജസ്റ്റ് ആപ്പിൾ വേവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വേവിച്ച ആപ്പിൾ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പഞ്ചസാര. ഇതൊരു 3/4 കിലോ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നുറുക്ക് ഗോതമ്പ്. ഇത് വറുത്തതാണ്, പച്ചക്കല്ല. നമ്മൾ നുറുക്ക് ഗോതമ്പ് വാങ്ങിച്ച് വറുത്തതാണ്. വറുത്ത നുറുക്ക് ഗോതമ്പ്, പിന്നെ നമ്മുടെ ഈ പട്ട ഗ്രാമ്പു സാധനങ്ങളുടെ സെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പട്ട, ഗ്രാമ്പു, തക്കോലം ഇത്രയും സാധനങ്ങൾ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഈസ്റ്റ് ഇത്രയും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് ഓൾറെഡി നമ്മൾ വേവിച്ചതായതുകൊണ്ട് വേറെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടിപൊളിയായിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് സൂപ്പർ വൈൻ എടുക്കാം. നമ്മൾ ഏകദേശം എല്ലാം കലക്കി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണിയുടെ അടപ്പടച്ച്
നമുക്കൊരു തുണി കൊണ്ട് കെട്ടി വയ്ക്കണം. അതായത് നമ്മൾ അധികം എയർ ടൈറ്റായിട്ട് വെക്കരുത്. നമുക്ക് ഇതിൻ്റെ എയർ പോകണം. കാരണം ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ആ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുന്ന ഗ്യാസ് പുറത്ത് പോകാനുള്ള സൗകര്യം കൂടെ വെച്ചിട്ടാണ് നമ്മൾ വെക്കാനായിട്ട്. നമുക്കൊന്ന് കെട്ടി വെച്ചാൽ നമ്മുടെ വൈൻ, അത് ആപ്പിൾ വൈൻ, നമുക്ക് 25-ാം തീയതിത്തേക്ക് നമുക്കൊരു അടിപൊളി ആപ്പിൾ വൈൻ കുടിക്കാനുള്ള സെറ്റപ്പിലെത്തും. അപ്പോൾ നമ്മളൊന്ന് കെട്ടി വെച്ച് നമുക്കൊരു 3 ദിവസം കഴിഞ്ഞ് ഇതിൽ 3 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 3-ാം ദിവസം നമുക്ക് അവനെ പുറത്തെടുത്ത് അരിച്ച് നമുക്ക് 25-ാം തീയതി നമുക്ക് ഒരുമിച്ച് ആപ്പിൾ വൈൻ കുടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25-ാം തീയതി ക്രിസ്മസിന് ഒരു അടിപൊളി വൈൻ നമുക്ക് ഒരുമിച്ച് കുടിക്കാം. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.